ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ഒക്ടോബർ മാസം 2024 ഒക്ടോബർ മാസം 31-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഈ ദേവാലയത്തിൽ വരുന്നത്. ഇതിനു മുമ്പ് വരാൻ ഒത്തിരി കാരണങ്ങളുണ്ടായിരുന്നു. ഒത്തിരി പ്രതീക്ഷയോടാണ് ഞാൻ ആദ്യമേ ഇവിടെ എത്തിയിരുന്നത്. ആദ്യം വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആദ്യം ഈ പത്രം കിട്ടിയിരുന്ന സമയം മുതലേ എനിക്കിവിടെ വരണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊന്നും എനിക്കത് സാധിച്ചിരുന്നില്ല. എന്നാൽ ദൈവഹിതം എന്ന പോലെ ഒക്ടോബർ മാസം 31-ാം തീയതി 2024 ഒക്ടോബർ മാസം 31-ാം തീയതി ഞാനിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി പ്രകാരം 3 വിഷയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ മാതാവിൻ്റെ തിരുക്കരങ്ങളിൽ ഞാൻ സമർപ്പിച്ചു. ആ 3 എണ്ണത്തിനും മാതാവ് എനിക്ക് അനുഗ്രഹം നൽകി എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒന്നാമത്, എൻ്റെ ഭർത്താവിന് പെയിൻറ്റിങ് ജോലിയായിരുന്നു. പെയിൻറ്റിങ് ജോലിയിരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം 2024 ഏവർക്കും അറിയാവുന്ന പ്രകാരം ഭയങ്കര ചൂടിൻ്റെ അനുഭവമായിരുന്നു. ജോലി കഴിഞ്ഞ് വരുമ്പോൾ മുഖത്തിൻ്റെ ഭാഗങ്ങൾ, കൈയെല്ലാം ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അലർജിക്ക് ഹോസ്പിറ്റലിൽ പോവുകയും അതിന് മരുന്ന് കഴിക്കുകയും ചെയ്തു. എന്നാൽ അതിലൊരു കുറവും സംഭവിച്ചില്ല. ആ സമയങ്ങളിലെല്ലാം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമായിരുന്നു. ഞാൻ ആ സമയം മുതൽ പ്രാർത്ഥിച്ച ഒരു വിഷയമാണ് സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ദൈവമേ ഞങ്ങൾക്ക് തരണമേ എന്നായിരുന്നു. എന്നാൽ ഉടമ്പടി എടുത്ത് ഞാനിവിടുന്ന് പോയി 2 ആഴ്ചയ്ക്കുള്ളിൽ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഒരു കാർഡ് വരികയും അടുത്ത ദിവസം തന്നെ അവിടെ പോകണമെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ആ സമയത്ത് പേപ്പറുകളെല്ലാം എംപ്ലോയ്മെൻറ്റിൽ വന്ന് കൊടുത്തു. തുടർന്ന് 2025 ഫെബ്രുവരി മാസം ലാസ്റ്റ് ആഴ്ചയിൽ കടയ്ക്കൽ ESI ഹോസ്പിറ്റലിൽ ഗവൺമെൻറ്റിൽ ഒരു ജോലി ലഭിക്കാനും മാതാവ് സഹായിച്ചു. ഓർക്കുക, 50-ാമത്തെ വയസ്സിലും മാതാവ് പ്രവർത്തിക്കാൻ ശക്തിയെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഭർത്താവിന് 50 വയസ്സുണ്ട്. ആ സമയങ്ങളിലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ലഭിച്ചതെന്ന് ഞാൻ അത്ര വിഷമത്തോടു കൂടിയായിരുന്നു